നമസ്കാരം. ബുക്ക് ടോക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വടക്കൻ കേരളത്തിന്റെ ഗ്രാമ പാരമ്പര്യവും സംസ്കാരവും രൂപപ്പെടുത്തുന്നതിൽ തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തിന് സവിശേഷമായ പങ്കുണ്ട്. മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനോട് സംവദിക്കുന്ന ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും ഈ ദേശത്തിന്റെ തനിമകളെ അടയാളപ്പെടുത്തിയിരുന്നു. ജാതി വർണ്ണ വിവേചനങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ജാതിക്കതീതമായ ഒരുമിക്കൽ തെയ്യാട്ടങ്ങളിൽ ദൃശ്യമായിരുന്നു. കതിവനൂർ വീരൻ മുതൽ മുച്ചിലോട്ട് ഭഗവതി വരെ നീണ്ടുകിടക്കുന്ന കഥകൾ തെയ്യാട്ടങ്ങൾക്ക് നവീനമായ ദൃശ്യഭംഗി നൽകിയിരുന്നു. ചുവപ്പിന്റെ തീവ്രത സൃഷ്ടിക്കുന്ന രൗദ്രഭാവവും ഭയവും ഭക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ചുവടുകളും തെയ്യാട്ടങ്ങളെ വിമോചനത്തിന്റെയും വിപ്ലവത്തിന്റെയും ഗാഥകളാക്കുന്നു. തെയ്യത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് വിധേയമാകുന്ന തെയ്യം കാര്യം ബോധ്യം നിർവഹണം എന്ന അഞ്ജന മേനോൻ രചിച്ച പുസ്തകമാണ് ഇന്ന് ബുക്ക് ടോക്കിൽ പരിചയപ്പെടുത്തുന്നത്. തേവര തിരുഹൃദയ കലാലയത്തിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും തുടർന്ന് എറണാകുളം മഹാരാജാസ് കലാലയത്തിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ അഞ്ജന ഇന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ചരിത്ര ഗവേഷകയാണ്. ഒരു ചരിത്ര ഗവേഷക എന്ന നിലയിൽ ഈ പുസ്തകം സമഗ്രമായ കണ്ടെത്തലിലൂടെ സഞ്ചരിക്കുന്നു. തെയ്യം കാര്യം ബോധ്യം നിർവഹണം എന്ന തലക്കെട്ടിൽ 4 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ പുസ്തകം തെയ്യത്തിന് അടയാളങ്ങളും പുതിയ മാനങ്ങളും നൽകുന്നു. ആദ്യത്തെ അധ്യായത്തിൽ തെയ്യത്തിന്റെ സാമൂഹിക ഭാവങ്ങളാണ് ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. പുരാതനകാല ദൈവഭക്തിയുടെ തീവ്രതയും തെയ്യ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെയും ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നു. അനീതിക്കെതിരെയുള്ള നീതിയുടെ ശബ്ദമായി മാറിയ തെയ്യാട്ടങ്ങളുടെ ചരിത്രവും വിമോചനവും വിപ്ലവവും സാമൂഹിക ഭാവങ്ങളായി മാറുന്നു. സ്ത്രീ കാവലും ആട്ടത്തിലും എന്ന 2ാമത്തെ അധ്യായത്തിൽ തെയ്യത്തിൽ സ്ത്രീ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാവുന്നുണ്ട്. സ്ത്രീ സമൂഹത്തിൽ അന്നും ഇന്നും മാനദണ്ഡങ്ങൾക്കനുസൃതമായി നീങ്ങേണ്ടി വരുന്നത് പോലെ ഈ അനുഷ്ഠാന കലാവേദിയിലും സ്ത്രീക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നു. ആണധികാരത്തിന് മുൻപിൽ ശബ്ദിക്കാനാവാതെ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ കഥകൾ സംസാരിക്കുന്ന തെയ്യങ്ങൾ ഇന്നലെയും ഇന്നിനെയും കൂട്ടിയോജിപ്പിക്കുന്നു. ചുരുക്കത്തിൽ കഥയായാലും കാര്യമായാലും സ്ത്രീക്ക് സമൂഹത്തിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിരുന്നില്ല എന്ന സൂചനയാണ് ഈ അധ്യായം പകർന്നു നൽകുന്നത്. 3ാമത്തെ അധ്യായം കാവിലുള്ളതും തിരശീല കാത്തുവെക്കുന്നതും എന്നതാണ്. കാവ് പരിശുദ്ധിയുടെ ഇടമാണ്. തെയ്യാട്ടങ്ങൾ ദൈവദത്തമായ മാനങ്ങൾക്കപ്പുറം കലയായി വളർന്നപ്പോൾ കാവുകളിലുള്ള അനുഷ്ഠാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് അത് വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. സിനിമകളിൽ തെയ്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കലയിൽ നിന്ന് വിപണിയിലേക്കുള്ള പരിവർത്തനമായാണ് അത് മാറിയത്. തെയ്യത്തിന്റെ പരിണാമത്തെ സൂചിപ്പിക്കുന്നതാണ് 4ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട്, കാലത്തോടൊപ്പം കാലാതീതം. കാവുകളിൽ നിന്ന് കോൺക്രീറ്റ് വനങ്ങളിലേക്ക് ചേക്കേറിയതുപോലെ മലയാളികളുള്ള ഏതൊരു നഗരത്തിലും തെയ്യാരാധന സാധ്യമാവുന്നുണ്ട് ഇന്ന്. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ തെയ്യങ്ങളുടെ വേറിട്ട മുഖങ്ങൾ പരസ്യങ്ങളായും പുറന്താളുകളായും ലോഗോകളായും ചുവർചിത്രങ്ങളും ഒക്കെയായി മാറുന്നു. തെയ്യങ്ങളുമായി യാതൊരു സാദൃശ്യവും ഇല്ലാത്ത നോവലുകളിലും തെയ്യങ്ങളുടെ ദൃശ്യഭംഗി കൊണ്ടാടുന്നത് കാണാൻ കഴിയും. വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ തെയ്യങ്ങളെ ഒരു വിപണന സാധ്യതയായി കണക്കാക്കുന്നതും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ചരിത്രകാരിയുടെ ഗവേഷണ മനോഭാവത്തെ സാധൂകരിക്കുന്ന പുസ്തകമാണിത്. വളരെ വിശദമായ ഒരു ഗ്രന്ഥസൂചികയും വിവരണമായ കവർ ഡിസൈനുകളും എല്ലാം ഈ രചനയെ വേറിട്ട് നിർത്തുന്നു. പുസ്തകത്തിൽ വിശദീകരണത്തിനായി കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തിലേക്ക് വായനക്കാരെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ളവയാണ്. പഴമയുടെ നിലവും പുതുവയുടെ നിറവും അഞ്ജന മേനോൻ ഒറ്റനൂലിൽ കോർത്തിണക്കുമ്പോൾ കലയുടെ കാര്യബോധ്യ നിർവഹണത്തിലൂടെ തെയ്യം ഔന്നത്യത്തിലെത്തുന്നു. സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെ തെയ്യം എന്ന കലാരൂപത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാനുള്ള ശ്രമമായി കൂടി ഈ ഗ്രന്ഥം മാറുന്നു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്ന വായനക്കാർക്ക് മികച്ച വായനാനുഭവമായി സൗത്ത് സോൺ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന തെയ്യം
കാര്യം ബോധ്യം നിർവഹണം എന്ന രചന മാറുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നു. നന്ദി.